പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അനുദിന ഭക്ഷണം സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ്സ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയപുത്രന്റെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന. സഹോദരരെ, അലസതയിലും ഞങ്ങൾ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. സകലതും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, പറുദീസായിൽ ആദ്യത്തെ കുടുംബം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണെന്ന് അങ്ങ് വ്യക്തമാക്കിയല്ലോ. ഒരു കുടുംബത്തിൻ്റെ വാസത്തിനായി പണിയുവാൻ പോകുന്ന ഭവനത്തിൻ്റെ ഈ അടിസ്ഥാന ശില അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ മൂലക്കല്ലിൽ പണിതുയർത്തുന്ന ഭവനം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ. പണികൾ യഥാസമയം പൂർത്തിയാക്കുവാൻ അങ്ങയുടെ അനുഗ്രഹാശംസകൾ ഇവർക്ക് നൽകുകയും അങ്ങയുടെ കൃപാവരത്തിൽ ഇവരെ കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവിശ്വവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും ഈ ഉദ്യമത്തോടു കൂടിയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.